ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ ഡയറക്ടഡ് ബൈ ഷിൻജി. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇത് നമ്മൾ പണ്ടൊരു പടം ഉണ്ടായിരുന്നു, സ്പീഡ് എന്ന് പറഞ്ഞത്. അതിലുണ്ട് ഒരു മറ്റേ ബസ് ഒരു 80 km/h അടിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോംബെ ആക്ടിവേറ്റ് ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, സ്പീഡ്. ആ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഇത് കോപ്പി അടിച്ചെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ബസ്സിൽ, ഇത് ട്രെയിനിൽ. അതാണ് ഈ പ്ലോട്ടിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു സിനിമ നല്ല രീതിയിൽ ത്രില്ലിംഗ് ഇരുന്നത് മാത്രമല്ല, എനിക്ക് ഈ സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. ക്ലൈമാക്സിലുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമന്റെ VFX എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുവാണ്. ഇതിന്റെ പെർഫോമൻസ് സൂപ്പറാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഈ ഒരു സിനിമയിലുണ്ട്. അത് ഇങ്ങനത്തെ സിനിമകളിൽ പൊതുവെ കാണാതെ പോണ സംഭവം അതാണ്. ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ സ്പീഡ് സിനിമ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ചില സിനിമകൾ ഇതേപോലെ ഈ ത്രില്ലിങ് ആക്കാൻ നോക്കിയിട്ട് ചൂളി പോണ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇത് റെസ്ക്യൂ മിഷൻ, ഇവരെ രക്ഷിക്കാൻ നോക്കണത്. അത് ട്രെയിനിൽ പാസഞ്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ രക്ഷിക്കാൻ നോക്കണത്. അതിനുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇത് ആരാണ് ബോംബ് വെച്ചത് എന്നുള്ളൊരു ട്വിസ്റ്റാണ്. അത് കട നിൽക്കട്ടെ, നമ്മൾ തീരെ പ്രൊഡിക്ട് ചെയ്യാത്തൊരു ട്വിസ്റ്റാണ് അത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കഥയുണ്ട്. വെറുതെ അപ്പോഴും ബാക്കിയുള്ള സിനിമയിൽ ഈ സിനിമ വേറിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവില്ല. വെറുതെ ഒരു സ്ക്രിപ്റ്റ്, ഒരു ത്രില്ലും ഉണ്ടാവില്ല, ഒരു ഒലക്കല മൂടും ഉണ്ടാവില്ല. നമ്മൾ ഇങ്ങനെ പന്തം കണ്ട പരിചയം പോലെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ സിനിമ അങ്ങനെയല്ല. ഈ സിനിമ അത് ഈ തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാഷ് ബാക്കോ കാര്യങ്ങളൊന്നും ഇല്ല. തുടങ്ങി കഴിഞ്ഞിട്ട് നേരെ തുടങ്ങണതേ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ്. പിന്നെ നേരെ ട്രെയിനിലേക്ക് കയറി ട്രെയിൻ യാത്ര തുടങ്ങണം, സംഭവങ്ങൾ നടക്കണം, പിന്നെ ഇവരിത് എങ്ങനെ രക്ഷപ്പെടണം, അതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സിനിമ കിട്ടു സാധനമാണ്. നല്ല രസമുണ്ട് സിനിമ കാണാൻ. ടെക്നിക്കലി ഈ പടം ടു ഗുഡാണ്. അതിൽ ഒരു പ്രാവശ്യം എന്തോ VFX ആണ് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന ഒരു ഫീല് ഒരു ചെറിയൊരു സീനിൽ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരൊറ്റ സമയത്ത് പോലും അത് VFX ആണ് തോന്നിപ്പിക്കാത്ത രീതിയിലാണ് അവരിതിൽ VFX ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം ഈ ബുള്ളറ്റ് ട്രെയിൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.